Hello everyone. SSC CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ നമ്പർ 1 സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ നേടാനുള്ള ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 4 സെക്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ 25 ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ടോട്ടലി 50 മാർക്കാണ് സാധാരണ എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ എങ്ങനെ നമുക്ക് ഷുവറായിട്ടും 45+ മാർക്ക് നേടാം എന്നുള്ള ഒരു സൂപ്പർ സ്ട്രാറ്റജിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഈ ഒരു ടോപ്പിക്, അതായത് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ ഒന്നും അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും അല്ല, അതേസമയം മാത്സിൻ്റെ അത്രയും ടൈം ടേക്കിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും അല്ല. അപ്പോൾ രണ്ടിൻ്റെയും ഒരു മീഡിയം ലെവലിൽ വരുന്നതാണ് ഈ ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ 45+, അതായത് ഔട്ട് ഓഫ് 50 മാർക്സിൽ 45+ മാർക്കെങ്കിലും എങ്ങനെ ഉറപ്പായിട്ട് നേടാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ 4 സബ്ജക്റ്റുകളുണ്ട്. ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഈ 4 സബ്ജക്റ്റുകൾക്കും 25 ക്വസ്റ്റ്യൻസ് വീതം 50 മാർക്സ് ആണ്, ഒരേ വെയിറ്റേജ് ആണ് വരുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റുകളുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാത്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില കേസസിൽ ഡയറക്റ്റ് ഫോർമുലാസ് ഉണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിട്ട് വരും. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോഴേക്കും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരിക്കും. ഇനി ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും, പക്ഷേ ഇത്തിരി വാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓവറോൾ സ്കോർ കട്ട് ഓഫ് കഴിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പിടിക്കാൻ എളുപ്പമുള്ള ഒരു ഏരിയ ആണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ ആക്ച്വൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും എനിക്ക് 50 ഔട്ട് ഓഫ് 50 മാർക്സ് നേടണം. ഇതായിരിക്കണം നിങ്ങളുടെ അജണ്ട. എങ്കിൽ മാത്രമാണ് ആക്ച്വൽ എക്സാം, മോക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ആക്ച്വൽ എക്സാമിലേക്ക് പോകുമ്പോഴേക്കും 45+ മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നേടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു ഓപ്ഷൻ അല്ല. 50 ഔട്ട് ഓഫ് 50 എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോളുക. അതിനുശേഷം മാത്രം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ 4 സബ്ജക്റ്റ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പോലെ തന്നെ നമ്മളിതിനെ സാധാരണ എല്ലാ സ്റ്റുഡൻസും ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്ന് മാറ്റി പിടിച്ചാലും, അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനെ നിങ്ങൾ നോക്കുന്ന ആ ആറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഹൈ സ്കോറിങ് ഏരിയ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് സാധാരണ ഇതിൽ മാർക്ക് പോകുന്നത്, അതുപോലെ തന്നെ ഇതിനു മുൻപ് ചോദിച്ചിരിക്കുന്ന SSCയുടെ CGLയുടെ ഒക്കെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് മാക്സിമം 20 തന്നെ വേണമെന്നില്ല, 15ലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്നാലും ഏറ്റവും മാക്സിമം 20ൻ്റെ ഉള്ളിൽ എങ്ങനെ തീർക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഓക്കെ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, അപ്പോൾ പൊതുവേ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം കുറേ പസിൽസ് ഉണ്ടാകും, നമ്മുടെ ചെസ്സൊക്കെ കളിക്കുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള IQ ലെവലൊക്കെ ഇതിന് വേണമെന്നാണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. കാരണം ഇതിനു മുൻപ് നടന്നിരിക്കുന്ന SSC CGL എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ല ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് പകരം നിങ്ങളുടെ പാറ്റേൺ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ പാറ്റേൺ ഫെമിലിയാരിറ്റി ആണ്. അപ്പോൾ ഒരു കഴിഞ്ഞ 5 ഇയേഴ്സിൻ്റെ കഴിഞ്ഞ ഒരു 3 ഇയേഴ്സിൻ്റെ SSC CGLൻ്റെ പല ഷിഫ്റ്റുകളിലെ, നിങ്ങൾ ഒരു ഷിഫ്റ്റ് തന്നെ ആക്കണമെന്നില്ല, പല ഷിഫ്റ്റുകളിലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കിക്കേ, ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് പാറ്റേണുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഔട്ട് ഓഫ് ദി ബോക്സസ് ആയിട്ട്, അതായത് നിങ്ങൾ പഠിച്ചതിൽ നിന്നും വ്യത്യാസമായിട്ട്, അതായത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പസിൽ തന്ന് അത് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയുന്ന ഒരു സിറ്റുവേഷനും വരില്ല.
ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെവൽ ഓഫ് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ റെക്കഗ്നിഷൻ. സോ ഇവിടെ ആക്ച്വലി നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ല ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, പകരം നിങ്ങൾക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് പൊതുവെ കുട്ടികൾ വിചാരിക്കുന്ന ഒരു മിസ്കോൺസെപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പറയും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്, അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സോൾവ് ചെയ്യണം. ഒരു പ്രോപ്പർ പസിൽ സോൾവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെസ്സ് കളിക്കുന്നതൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും, പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സമയം കയ്യിൽ നിന്നങ്ങ് മിസ്സായി പോകും. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ഇതാണ് സംഭവം എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതിനുശേഷം ആദ്യത്തെ ഒരു 20 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. സോ ബേസിക്കലി റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസിൽ ഒരു 12 to 15 ക്വസ്റ്റ്യൻസും വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്ന സമയത്ത് ആദ്യത്തെ 20 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കണം. ഇനി അതല്ല, ചില കേസസിൽ ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലത്തെ വരുന്ന പസിലുകളോ, അതിലിപ്പോൾ സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിൽ തന്നെ ചിലപ്പോൾ കോഡ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് 20 സെക്കൻഡ്സിൽ ഡൂവബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ അന്നേരം അതിന് സമയം കളയരുത്, അതിന് നെക്സ്റ്റ് റൗണ്ടിൽ വേണം ടാക്കിൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിവിടെ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക. സോ ഇവിടെ ആദ്യത്തെ 20 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ ആദ്യത്തെ 3 സെക്കൻഡ്സിൽ തന്നെ ഇതാണ് സംഭവം, അതായത് ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണോ, ഈസി ക്വസ്റ്റ്യൻ ആണോ, 30 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 20 സെക്കൻഡ്സിൽ ഡൂവബിൾ ആണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ ആകെ 30 സെക്കൻഡ് മാത്രമാണ് സമയം വരുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ടൈം മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജി. ഇനി അടുത്തതായിട്ട് റീസണിങ്ങിന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതേസമയം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവാൻ ഇതിലും കൂടുതൽ നല്ല ചാൻസ് ഉള്ള വേറെ സബ്ജക്റ്റ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയാണ്, പക്ഷേ ചില കേസസിൽ നമ്മുടെ ഓപ്ഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിക്കളയും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പസിൽ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇപ്പം 5 ആൾക്കാരുടെ ഏജ് തന്നിട്ട് അവരെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നിങ്ങൾ അവരുടെ ആൾക്കാരുടെ ഏജ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും യങ്ങസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് സെക്കൻഡ് യങ്ങസ്റ്റ് എന്ന് ഒരു വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വിട്ടുപോയെന്ന് വിചാരിക്കാം. അപ്പോൾ 5 പേരുടെ ഏജ് തന്നു, അവരെ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു, നിങ്ങൾക്ക് അറേഞ്ച്മെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കി, പക്ഷേ സെക്കൻഡ് യങ്ങസ്റ്റ് എന്നതിന് പകരം നിങ്ങൾ വായിച്ചത് യങ്ങസ്റ്റ് എന്നാണ്. അപ്പോൾ എന്ത് പറ്റി? നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ആൻസർ അവിടെ മാറിപ്പോകും. സോ ക്വസ്റ്റ്യൻസ് ഈസിയാണ്, സോൾവബിൾ ആണ്, പക്ഷേ അതേസമയം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ വരുന്ന ചെറിയ ചെറിയ ട്രാപ്പുകളെ നമ്മൾ മിസ്സാക്കി കളയും. അതിലൂടെ കെയർലെസ്നെസ് കൊണ്ട് നമ്മുടെ ആൻസർ തെറ്റിപ്പോവുകയും ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 മിനിറ്റ്സ് മാക്സിമം ആണെന്നൊക്കെ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് 20 മിനിറ്റ്സ് നമുക്കൊരു വലിയ ഡ്യൂറേഷൻ ആയിട്ട് തോന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ, നിങ്ങൾ അറിയില്ല നിങ്ങളുടെ സമയം പോകുന്നത്. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ആക്ച്വൽ എക്സാം ഹാളിൽ ആ ടൈമർ ഇങ്ങനെ അനങ്ങുന്ന സമയത്തുണ്ടല്ലോ നിങ്ങളുടെ ഹാർട്ട് റേസ് ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് നമ്മളെ ഒന്ന് മൊത്തം കൺട്രോളിൽ കൊണ്ടുവരാൻ തന്നെ കുറച്ചൊരു സമയം എടുക്കും. നമ്മുടെ ആ ഒരു പ്രോപ്പർ കാം ആൻഡ് കമ്പോസ്ഡ് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ തന്നെ ഇച്ചിരി ഒരു 2-3 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്യാപ്പിൽ അങ്ങ് കടന്നു പോകും. സോ അതിന് മുൻപ് ഈ ഒരു സെക്ഷൻ നമുക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു തന്നു. ഇനി ഇതിന് എങ്ങനെയാണ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? സോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ച്വൽ സ്റ്റഡിയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആൾക്കാർ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ടോപ്പിക്കുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. അതേസമയം എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് അനാലജി. കാരണം അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം അതിൽ ചാടിക്കയറി പ്രിപ്പയർ ചെയ്യുക അല്ലേ. അതായത് അവിടുന്ന് ഒരു ടോപ്പിക്ക് ഇവിടുന്ന് ഒരു ടോപ്പിക്ക് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യും, പക്ഷേ ഈ ടോപ്പിക്കുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ആൽഫബറ്റ് അനാലജി എടുത്താലും ആൽഫബറ്റ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എടുത്താലും ആൽഫബറ്റിൻ്റെ സീരീസ് എടുത്താലും ഇതിലൊക്കെ
ഒക്കെ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരേ ലോജിക്കാണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ 3 ടോപ്പിക്കുകളും കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളത് 3ഉം അവിടെ ഇവിടെയും ഇവിടെ ആയിട്ട് ചുമ്മാ അങ്ങ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, പക്ഷേ സോൾവ് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഒരു ടോപ്പിക്കിൽ നിന്ന് 10-15 അല്ലെങ്കിൽ മാക്സിമം ഒരു 25 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രോ ആയി എന്നല്ല അർത്ഥം. ഓരോ ടോപ്പിക്കിൽ നിന്നും മിനിമം 75 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നോർമലായിട്ടും അതിനുശേഷം വരുന്ന 50 to 75 ആ റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ബാക്കി വരുന്ന 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ടൈം സേവ് ചെയ്യുന്ന രീതിയിൽ ട്രിക്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കണം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ക്വസ്റ്റ്യൻസിനെ നമ്മൾ റോങ് ഓർഡറിൽ അറ്റൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ എക്സാമിലും, അതിപ്പം SSCയുടെ CGL എക്സാം തന്നെ ആവണമെന്നില്ല, എല്ലാ എക്സാമിലും ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റീസണിങ്ങിന് ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റ്സ് വെക്കുന്നു, അപ്പോൾ ഞാനിത് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, ടിക്ക്, രണ്ടാമത്തെ ചെയ്തു, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മാറ്റി 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 പോവുക, പെട്ടെന്ന് ആൻസർ കിട്ടുന്നതിന് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം വീണ്ടും നമുക്ക് രണ്ടാമത്തെ ഓർഡറിലേക്ക് തിരിച്ചു വരുമ്പോൾ മീഡിയം ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ പിക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്കുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ SSCയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഔട്ട് ഓഫ് ദി ബോക്സ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് വരാറില്ല. വളരെ റെയർ ആയിട്ട് ചില കേസിൽ, ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഇത്തിരിയും കൂടെ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും അറിയാത്ത ടോപ്പിക്കിൽ നിന്നല്ല, അറിയാത്ത സിലബസിൽ നിന്നല്ല, നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളിപ്പോൾ അനാലജിയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് നോക്കിക്കോ, ഇതെല്ലാം തന്നെ ഒരേ പാറ്റേണിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിലി സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ അനാലജിയുടെ ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത്. അനാലജിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഒരു വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള അനാലജി. അതിൽ തന്നെ യങ് വൺ ബേസ്ഡ് അനാലജി ഉണ്ട്. അതായത് ഇപ്പം ഡോഗ് ഇസ് ടു പപ്പി ആൻഡ് കാറ്റ് ഇസ് ടു ഡാഷ്, ഇതൊരു ഈസി എക്സാമ്പിൾ ആണ്. അതിൽ തന്നെ ഇത്രയും കൂടെ ഹയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഡക്ക് ഇസ് ടു ഡക്ലിംഗ്, അങ്ങനെയെങ്കിൽ ഈഗിൾ ഇസ് ടു ഡാഷ്, ഈഗിളിൻ്റെ യങ് വണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈഗ്ലെറ്റ് ആണ്. സോ അതുപോലെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോ, എപ്പോഴും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു എക്സാമിനും, CGL മാത്രമല്ല ഏതൊരു എക്സാമിനും ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ LHF എന്ന് നമ്മൾ വിളിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ താഴ്ന്നു കിടക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മൾ നേരെ നടന്നു പോകുന്ന സമയത്ത് ഒരു ട്രീയിൽ ഫ്രൂട്ട്സ് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ടിനെ പറിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ? പോകുന്ന വഴിക്ക് ജസ്റ്റ് കൈ കൊണ്ട് നമുക്ക് അതിനെ പ്ലക്ക് ചെയ്തിട്ട് പോകാം അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതാ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന അനാലജി പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മിറർ ഇമേജ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഈസി ആയിട്ടുള്ള സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ വേർഡ് ബേസ്ഡ് ചോദ്യങ്ങൾ ഉണ്ടാകും. ഇനി സ്പെല്ലിംഗ്, ഒരു വാക്കിൻ്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വാക്ക് ഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സിംഗിൾ ലൈനിൽ അല്ലെങ്കിൽ 2 ലൈനിൽ വരുന്ന ഡിറക്ഷൻ സെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ മാത്രമേ ഞാൻ സോൾവ് ചെയ്യുള്ളൂ, ആദ്യം 1 കഴിഞ്ഞിട്ടേ ഞാൻ 2 ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ടേ 6 ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശി നിങ്ങൾ കീപ്പ് ചെയ്യരുത്. അതിന് പകരം ഈ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഓർഡറിൽ വേണം നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കാൻ. നമ്മളിങ്ങനെ ചെയ്ത് ശീലിച്ചില്ലെങ്കിൽ അതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കില്ല അല്ലേ? അപ്പോൾ ചെറുതായിട്ട് ഒരു ടഫായിട്ടുള്ള, അതായത് ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ അതിൽ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റിലേക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മിസ്സാക്കി കളയും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ 4 മിനിറ്റിൽ തന്നെ ഒരു 10 മാർക്സ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 മിനിറ്റ്സ് തീരുന്നതിൻ്റെ ഉള്ളിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം. അത് ഏത് 10 ക്വസ്റ്റ്യൻസ് ആയാലും കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഓരോ ഈസി ടോപ്പിക്കുകളും ടഫ് ടോപ്പിക്കുകളും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആണെന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണോ ആ ടോപ്പിക്സിൽ നിന്ന്
എല്ലാം തന്നെ നിങ്ങൾക്ക് മാക്സിമം 4 മിനിറ്റ്സിനുള്ളിൽ തന്നെ 10 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ 4 മിനിറ്റ് ആയപ്പോഴേക്കും ഓക്കെ 10 മാർക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതായത് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യം നോക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ കോൺഫിഡൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു റീസണിങ് ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ബേസിക്കലി ഈഗോ ട്രാപ്സ് ആണ്. അപ്പോൾ ഈഗോ ട്രാപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, അപ്പോൾ നേരത്തെ നമ്മൾ എപ്പോഴും സോൾവ് ചെയ്ത ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ആണ് ഇത്. എനിക്ക് അന്ന് കിട്ടിയതായിരുന്നു, ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് എന്താ ഇപ്പം കിട്ടാത്തത്, പക്ഷേ അങ്ങനെയല്ലല്ലോ, എന്നാലും ഞാൻ അന്ന് സോൾവ് ചെയ്തതാണല്ലോ, ഇത് കിട്ടേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു 30 സെക്കൻഡ്സിൽ കൂടുതൽ ഒരു ക്വസ്റ്റനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ, ആ ക്വസ്റ്റൻ നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലേ ഈഗോ എന്ന് പറയുന്നത്. ഇത് എനിക്കറിയാം, ഇതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യാതിരിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒരു ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആവില്ല. ഒന്നുകിൽ അത് നമ്മൾ എന്തോ മനസ്സിലാക്കിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചിലപ്പം 2 മിനിറ്റ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിസ്സാക്കി കളയും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും വെയിറ്റേജ് സെയിം ആണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടഫ് ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങളിവിടെ സമയം കളയുമ്പോൾ അവിടെ 2 ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിസ്സാക്കി പോവുകയാണ്. ഓക്കെ, സോ നെവർ ഫൈറ്റ് വിത്ത് എ റീസണിങ് ക്വസ്റ്റ്യൻ. ഫൈറ്റ് വിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്തത് കിട്ടിയേ തീരൂ എന്നുള്ള വാശിയിൽ നിങ്ങൾ അവിടെ നിൽക്കരുത്. ടഫാണെന്ന് തോന്നിയാൽ അപ്പം തന്നെ വിട്ടോളൂ, അടുത്തയിലേക്ക് പോവുക. എന്നിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഈസി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് മോഡറേറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റിൽ ടഫ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിട്ട് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കം ബാക്ക് ലേറ്റർ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഇച്ചിരിയും കൂടി ഒരു ഫ്രഷർ മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിക്കാത്ത ഒരു ലോജിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോളുക. പ്ലീസ് കം ബാക്ക് ലേറ്റർ. അല്ലാതെ ഒരു ക്വസ്റ്റനിൽ ഞാൻ സോൾവ് ചെയ്തിട്ടേ അടുത്തതിൽ പോകൂ എന്നുള്ള ഒരു ഈഗോ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ അവിടെ കിട്ടുകയുമില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആയി പോകും. ടൈം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനായാൽ പിന്നെ അറിയണ സാധനങ്ങളും കൂടെ നമ്മൾ തെറ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ബ്ലൂ പ്രിൻറ്റ് ഞാനിവിടെ നിങ്ങൾക്ക് തരികയാണ്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ, കുഴപ്പമില്ല. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി വരുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്തെ ഒരു 10 മാർക്ക് നിങ്ങളുടെ ആദ്യത്തെ 5 മിനിറ്റ്സിൻ്റെ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എൻഷ്യൂർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഒരു 5 to ഇവിടെ നോക്കുക, നെക്സ്റ്റ് വരുന്ന ടൈം ഒരു 5 to 12 മിനിറ്റ്സ്, ബാക്കി ഒരു 7 മിനിറ്റ്സോളം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 7 മിനിറ്റ്സിൽ മോഡറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മേ ബി ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ ഇവിടെ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. ഒരു 10 മിനിറ്റ്സ് എടുക്കുക. അതിനുശേഷം പിന്നെ 13 to 15 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 20 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് പോകാം, കുഴപ്പമില്ല. സോ ഞാനൊരു 5 മിനിറ്റ് തന്നെയാണ് ഞാൻ അവിടേക്ക് കൊടുക്കുന്നത്. അവിടെ ബാക്കി വരുന്ന ടഫായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്ന പ്രത്യേകത എന്താ, ഈ ലാസ്റ്റത്തെ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് കിട്ടും. സോ 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അന്നേരം ഇവിടെ എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കാതെ എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റിപ്പോകും. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. ചിലപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ടഫ് ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊതുവെ എപ്പോഴും, അതായത് ഒരു വർക്കൗട്ട് പോലും വേണ്ടാത്ത ചോദ്യങ്ങൾ വരുന്നത് അനാലജിയിൽ നിന്ന് വരും, ക്ലാസിഫിക്കേഷൻ അതായത് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് വരും, ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്. ഇതിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ആൽഫബറ്റ് കോഡിംഗ് വന്നിട്ടുണ്ടെങ്കിലും ആൽഫ ന്യൂമറിക് ആൽഫബറ്റും നമ്പറും വെച്ചിട്ടുള്ള കമ്പാരിസൺ കോഡിംഗ് വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ആൽഫബറ്റ് ആൻഡ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള പ്ലേസ് വാല്യൂ സം വരികയാണെങ്കിൽ അത് കുറച്ച് ടഫായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് പൊതുവേ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാക്സിമം ഒരു 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അടുത്തതായിട്ട് മീഡിയം ബേസ്ഡ്
ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ബ്ലഡ് റിലേഷൻസിൽ തന്നെ ഇപ്പം കോഡ് ബേസ്ഡ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ നമുക്ക് ടഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇനി നെക്സ്റ്റ് ഡിറക്ഷൻ സെൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഈസി ആയിരിക്കും, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും. വീണ്ടും കോഡ് വരികയാണെങ്കിൽ ഇച്ചിരി ടഫായിട്ട് വരും. സിലോജിസവും ഈസിയാണ്. 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് അധികം വന്നിട്ടുണ്ടെങ്കിൽ അതും മീഡിയം ടു ടഫിലേക്ക് മാറും. വെൻ ഡയഗ്രാമും പൊതുവേ ഈസിയാണ്, പക്ഷേ ചില കേസസിൽ വലിയ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇച്ചിരി കൂടെ മീഡിയം ലെവലിലേക്ക് മാറും. അപ്പോൾ ആ കേസിൽ നിങ്ങൾ 30 to 40 സെക്കൻഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങൾ വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ചില കേസസിൽ മിറർ ഇമേജിൻ്റെ, അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ടഫ് അല്ല കേട്ടോ. ചില കേസിൽ മിറർ ഇമേജിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് വരും. ആ കേസിൽ നമുക്കിത് ഇച്ചിരി സമയം അധികം എടുക്കും, കാരണം നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്ന അത്രയും എളുപ്പമായിട്ട് ആൻസർ കിട്ടില്ല. ഇനി ചില കേസസിൽ വരുന്ന പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പസിൽസ് വരാറുണ്ട്. പിന്നെ ഫ്ലോർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പസിൽസ് വരാറുണ്ട്. പിന്നെ വരുന്നത് ഫിഗർ സീരീസ്. ഫിഗർ സീരീസിൽ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ ചില സമയത്ത് ഒരു റൊട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മളൊന്ന് ആലോചിച്ച് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ടൈം ട്രാപ്പുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും മിസ്സായിട്ട് പോകും. ക്ലിയർ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് സോൾവ് ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ ഉറപ്പായിട്ടും നേടിയിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും പെൻ ആൻഡ് പേപ്പർ വേണ്ട സോൾവ് ചെയ്യാൻ. ഞാൻ നമ്മുടെ പല ക്ലാസ്സസിലും നിങ്ങളോട് പറയാറുണ്ട്, ഇപ്പോൾ ഇതുപോലൊരു നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പെൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലോജിക് ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലേ? ആ ഒരു കൺക്ലൂഷന് ശേഷം മാത്രമാണ് ആക്ച്വൽ പേപ്പർ സൊല്യൂഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നേരത്തെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും മിനിമം 100 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. എന്തിനാണ് ഈ 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്, അതിൽ തന്നെ ഒരുപാട് സബ് ടൈപ്പുകൾ വരുന്നുണ്ട്. ആൽഫബറ്റ് ഡയറക്റ്റ് വെച്ചിട്ട് ചോദ്യം വരാം, ആൽഫബറ്റും നമ്പറും വെച്ചിട്ട് ചോദ്യം വരാം. ഇതൊന്നും ഇല്ലാത്ത ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, സിമ്പിൾ ബേസ്ഡ് ആയിട്ട് വരാം, കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് വരാം. എന്നിങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരുപാട് നമുക്കറിയാത്ത സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സബ് ടോപ്പിക്കും നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അതിനൊക്കെ ലോജിക്കുകൾ വളരെ സിമിലർ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സാധനം അതിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, എക്സാം ഹാളിലാണെന്ന് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ അവിടെ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് നിങ്ങൾ സ്റ്റക്കാകും. സ്റ്റക്കായാൽ നമ്മൾ നെർവസ് ആകും. നെർവസ് ആയാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി അല്ലേ, നമ്മൾ ടെൻസ്ഡ് ആയിട്ട് ആകെ കൊളായി പോകും. സോ അതുകൊണ്ട് എല്ലാ ടോപ്പിക്കിൽ നിന്നും മിനിമം 100 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ റെക്കഗ്നിഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ പാറ്റേൺ റെക്കഗ്നിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ലാസ്റ്റ് 15 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഐഡിയലി പറയാറുള്ളത്, പക്ഷേ ചിലപ്പോൾ അത്രയും സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മിനിമം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വരിക എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇവിടെ. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇനി ഈ ഒരു സമയത്തിൽ എക്സാമിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം നോക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ ആക്യുറസി റേറ്റ് ഇമ്പ്രൂവ് ആകാതെ അറ്റംപ്റ്റ് റേറ്റ് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും നമ്മുടെ മാർക്സിനെ ഒത്തിരി പിന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക, ഞാനിപ്പോൾ ഒരു ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസിൽ ഞാൻ 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ? പക്ഷേ ഈ അറ്റൻഡ് ചെയ്തിരിക്കുന്നതിൽ എല്ലാം തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? നോട്ട് നെസസറി അല്ലേ? അപ്പോൾ ഈ അറ്റൻഡ് ചെയ്തിരിക്കുന്ന 80 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കൊരു 70 ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് 70 കിട്ടി. ഇനി നമുക്ക് ഹാഫ് മാർക്കാണ്, 70 അല്ല, 70 × 2 140 മാർക്സ് കിട്ടി. ഇനി ഈ തന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഹാഫ് മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ്. സോ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വീതം പോയി 5 മാർക്ക് അതിൽ നിന്ന് പോകും. സോ 135ലേക്ക് പോകും. അതേസമയം നിങ്ങൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്?
80 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 160 മാർക്ക് കിട്ടണം. 160 എന്നൊക്കെ പറയുന്നത് കട്ട് ഓഫിൻ്റെ അടുത്ത് വരുന്ന മാർക്കാണ്. അപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ എന്ത് പറ്റും, ഈ ഒരു കാര്യം കാരണം അക്യൂറസി കുറയുന്നത് കാരണം നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരും. സോ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, യെസ് അറ്റംപ്റ്റ്സ് കൂട്ടി തന്നെ ഉണ്ടാവണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരിക്കലും നിങ്ങളുടെ ആക്യുറസീനെ കുറച്ചുകൊണ്ടാവരുത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് അറ്റംപ്റ്റ് റേറ്റ് കൂട്ടി അക്യുറസി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഷോർട്ട് കട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ മാത്സിൽ പോലെ എപ്പോഴും ഫോർമുലാസ് തന്നെ വെച്ചിട്ട് ഷോർട്ട് കട്ട്സ് വരണമെന്നില്ല. റീസണിങ്ങിൽ നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ ഈ 2 ഓപ്ഷൻസ് ഒരിക്കലും ആൻസർ വരില്ല. അതിനെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മാത്സിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 പേരുടെ വെയിറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ തന്നിട്ട് ഈ 4 പേരുടെ വെയിറ്റിനേക്കാളും കുറവുള്ളൊരു വെയിറ്റ് ആവറേജ് ആയിട്ട് ഓപ്ഷനിൽ വന്നാൽ അതൊരിക്കലും ആവറേജ് ആവില്ല, അല്ലേ? സോ അതിനെ നമ്മൾ ഔട്ട്ലയർ എന്ന് പറയാം. അത്തരത്തിലുള്ള വാല്യൂസിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഓപ്ഷൻസിനെ പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, സോ ഡെയിലി നിങ്ങൾ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മളവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കോൺസെപ്റ്റ്സ് പഠിക്കണം, അതിൻ്റെ കൂടെ തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഓൾസോ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ല. ഇപ്പോൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ആരും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത്, നമ്മൾ എന്തിനാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത് ഈ ഓരോ ടോപ്പിക്കിലും, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ആകുമ്പം ആ പാറ്റേൺസിനെ നമുക്ക് എളുപ്പമായിട്ട് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു സബ്ജക്റ്റ് ഫുൾ അരച്ച് കലക്കി കുടിച്ച് നിങ്ങൾ റിട്ടൺ എക്സാം എഴുതാൻ പോവുകയല്ല. ക്ലിയർ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടണം. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവ തമ്മിലൊരു പാറ്റേൺ അങ്ങനെ മനസ്സിലാവണമെന്നില്ല. പക്ഷേ പോകെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ, അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 45+ മാർക്ക് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്നാമത്തത്, നിങ്ങളുടെ അറ്റംപ്റ്റിൻ്റെ സ്ട്രാറ്റജി നന്നായിട്ട് നോക്കുക. അതായത് ആദ്യം ഈസി ക്വസ്റ്റ്യൻസ്, പിന്നെ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടൈം ട്രാപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റത്തേക്ക് വെച്ചേക്കുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ. നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് 160 ഒക്കെ അടുത്തായിരിക്കും. കഴിഞ്ഞ കൊല്ലം 135 സംതിങ് ആയിരുന്നു വന്നത്. അപ്പോൾ ഫുൾ ഔട്ട് ഓഫ് ഫുൾ 200 ഔട്ട് ഓഫ് 200 ആർക്കും കിട്ടാൻ പോകുന്നില്ല, പേടിക്കേണ്ട. സോ നിങ്ങൾ ഭയങ്കര ടഫാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. ഓക്കെ, ഇനി പാറ്റേൺസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. നിങ്ങളുടെ അക്യൂറസി എപ്പോഴും ഒരു 90% മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഗൈഡൻസുകളും ഇതുപോലെയുള്ള എല്ലാ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു SSC CGL എക്സാം ആണ്. പക്ഷേ ബാക്കി വരുന്ന SSCയുടെ എല്ലാ എക്സാംസിനും, RRBയുടെ എക്സാംസിനും, ബാങ്കിങ് എക്സാംസിനും ഒക്കെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്യാം. സോ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്, ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് വരിക, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും, ആൻഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. സോ മെൻറ്ററിങ് ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റൻസ് വന്നാൽ തീർച്ചയായിട്ടും കോമെൻറ്റ്സിൽ എഴുതി ചോദിക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് വീഡിയോ വേണ്ടത് എന്നുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ അല്ലെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അത് വീണ്ടും വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത തവണ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.